Hi everyone, I am Adra. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി ആണ്. അപ്പോൾ ആ ഡെഫിനിഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ടേംസ് അറിയണം. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, സാമ്പിൾ സ്പേസ്. എ സാമ്പിൾ സ്പേസ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ conceivable outcome of a random experiment. It is usually denoted by S or omega. അതായത് നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്താൽ അതിൻ്റെ ഔട്ട്കംസ് ഉണ്ടല്ലോ, ആ ഔട്ട്കംസിൻ്റെയൊക്കെ സെറ്റാണ് സാമ്പിൾ സ്പേസ്. എല്ലാ പോസിബിൾ ഔട്ട്കംസിൻ്റെയും സെറ്റാണ് സാമ്പിൾ സ്പേസ്. ഫോർ എക്സാമ്പിൾ, ഒരു ഹെഡ് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെഡും ടെയിലും കിട്ടാം. അപ്പോൾ സെറ്റ് എച്ച് ടി എന്നുള്ളതാണ് അതിൻ്റെ സാമ്പിൾ സ്പേസ്. ഇനി അത് രണ്ട് പ്രാവശ്യമാണെന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ കിട്ടാം? സെറ്റ് എച്ച് എച്ച് കിട്ടാം, എച്ച് ടി കിട്ടാം, ടി എച്ച് കിട്ടാം, ടി ടി കിട്ടാം. അപ്പോൾ അതായിരിക്കും അതിൻ്റെ സാമ്പിൾ സ്പേസ്. ഓക്കെ, ദെൻ സാമ്പിൾ പോയിന്റ് ഓർ എലമെൻ്ററി ഔട്ട്കം. എ വെരി ഇൻഡീകമ്പോസിബിൾ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് നോൺ ആസ് സാമ്പിൾ പോയിന്റ്. അതൊരു ഒറ്റ പർട്ടിക്കുലർ വാല്യൂ, ആ ഒരു ഒറ്റ ഔട്ട്കം, ആ സെറ്റിലെ ഓരോ ഔട്ട്കത്തിനെയും നമ്മൾ സാമ്പിൾ പോയിന്റ് എന്ന് പറയും. ഹെഡ് ആണെന്ന് ഹെഡ്, ടെയിൽ ആണെന്ന് ടെയിൽ. അപ്പോൾ അത് ഓരോന്നും ഓരോ സാമ്പിൾ പോയിന്റുകളാണ്. The number of sample points in the sample space may be finite, countably infinite, or not countably infinite. Non-countably infinite. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കറക്റ്റ് എണ്ണം അറിയുണ്ടാവും. സാമ്പിൾ സ്പേസിലെ എലമെൻറ്റ്സ് 5, 6, അതാണ് ഫൈനൈറ്റ് എന്ന് പറയുന്നത്. ദെൻ കൗണ്ടബ്ലി ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എണ്ണാൻ പറ്റും, പക്ഷേ എത്രത്തോളം ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. എവിടെയാണ് എൻഡ് ചെയ്യുന്നത്, ആ ഒരു എൻഡ് ഉണ്ടാവില്ല. ദെൻ നോൺ കൗണ്ടബ്ലി ഇൻഫൈനൈറ്റ്, ചിലപ്പോൾ ചില കേസിലുള്ള സാമ്പിൾ സ്പേസിലുള്ള എലമെൻസിനെ നമുക്ക് എണ്ണാനും പറ്റില്ല. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, സാമ്പിൾ സ്പേസ് വിത്ത് ഫൈനൈറ്റ് ഓർ കൗണ്ടബ്ലി ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈസ് കോൾഡ് ഡിസ്ക്രീറ്റ് സാമ്പിൾ സ്പേസ്. ഓക്കെ, ഫൈനൈറ്റോ കൗണ്ടബ്ലി ഇൻഫൈനൈറ്റോ ആണെന്നുണ്ടെങ്കിൽ, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഡിസ്ക്രീറ്റ് സാമ്പിൾ സ്പേസ് എന്ന് പറയും. Then sample space with the continuum of points is called continuous sample space. Continuous ആയിട്ട് പോയിന്റ്സ്, ഇൻഫൈനൈറ്റ് ആയിട്ട് പോയിന്റ്സ് ആണെച്ചാൽ അതിനെ കണ്ടിന്യൂസ് സാമ്പിൾ സ്പേസ് എന്ന് പറയും. എക്സാമ്പിൾ, ഇൻ ടോസിങ് 2 coins at a time, സാമ്പിൾ സ്പേസ് എന്താ? എച്ച് എച്ച്, എച്ച് ടി, ടി എച്ച്, ടി ടി എന്നുള്ളത്. അത് ഫൈനൈറ്റ് ആണ്, ഡിസ്ക്രീറ്റ് സാമ്പിൾ സ്പേസുമാണ്. ദെൻ ടോസിങ് കോയിന് again and again until head appears. ഹെഡ് കിട്ടുന്നവരെ നമ്മൾ ടോസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തേൽ ചിലപ്പോൾ ഹെഡ് കിട്ടാം, ചിലപ്പോൾ രണ്ടാമത്തേലായിരിക്കും ഹെഡ് കിട്ടിയിട്ടുണ്ടാവുക, ചിലപ്പോൾ മൂന്നാമത്തേലായിരിക്കും ഹെഡ് കിട്ടിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ പോസിബിലിറ്റീസ് ആണ് എച്ച് ടി എച്ച്, ടി ടി എച്ച്, ടി 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 എച്ച്, അങ്ങനെ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് എണ്ണാൻ പറ്റും അല്ലേ? എത്രാമത്തേലാണ് ഹെഡ് കിട്ടുന്നത് നമുക്കിങ്ങനെ 1, 2, 3, 4 എന്നൊന്ന് എണ്ണാൻ പറ്റും. പക്ഷേ എവിടെ സ്റ്റോപ്പ് ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല, എത്ര വേണമെങ്കിലും ആവാം. അപ്പോൾ കൗണ്ടബ്ലി ഇൻഫൈനൈറ്റ് ആണ്. ദെൻ ഇവന്റ്. ആൻ ഇവന്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ദ സാമ്പിൾ സ്പേസ്. ആ സെറ്റിൻ്റെ, സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞ സെറ്റിൻ്റെ ഒരു സബ്സെറ്റ് ആണ് ഇവന്റ് എന്ന് പറയാം. അപ്പോൾ ഇവന്റ് നമ്മൾ എന്താണോ കൺസിഡർ ചെയ്യുന്നത് അതിനനുസരിച്ച് എലമെൻറ്റ്സ് വരുന്ന ഒരു സെറ്റും കൂടെ ആയിരിക്കും. ദെൻ ഫീൽഡ്. ഫീൽഡ് ഓഫ് ഇവൻറ്റ്സ് എഫ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ലെറ്റ് എഫ് ബി ദ സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്, ദെൻ ദ കളക്ഷൻ ഓർ ക്ലാസ് ഓഫ് സെറ്റ് എഫ് ഈസ് കോൾഡ് എ ഫീൽഡ് ഓർ ഓൾജിബ്ര. ഫീൽഡിന് ഓൾജിബ്ര എന്ന് കൂടെ പറയും. ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ ഫോളോയിങ് കണ്ടീഷൻ. അപ്പോൾ ശ്രദ്ധിക്കാം, സാമ്പിൾ സ്പേസ് ഉണ്ട് എഫ്, അതിലെ എലമെൻസിൻ്റെ അല്ലെങ്കിൽ സെറ്റുകൾ, അതിലെ സബ്സെറ്റുകളുടെ അല്ലെങ്കിൽ സെറ്റുകളുടെയോ ഒരു കളക്ഷനാണ് എഫ്. അപ്പോൾ കളക്ഷൻ ഓർ ക്ലാസ് ഓഫ് സെറ്റ്, സെറ്റുകളുടെ കളക്ഷനാണ് എഫ് എന്ന് പറയുന്നത്. ആ എഫ് ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഓൾജിബ്ര ആവാനുള്ള കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, എഫ് ഈസ് നോൺ എംപ്റ്റി. എഫിൽ ഒരു എലമെൻ്റ് എങ്കിലും വേണം, നോൺ എംപ്റ്റി ആയിരിക്കണം. ദെൻ the elements of F are subsets of F. എഫിലുള്ള എലമെൻറ്റ്സ് ഒക്കെ എഫിൻ്റെ സബ്സെറ്റുകളാണ്, സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റുകളാണ്. Then third, if A belongs to F, then A complement belongs to F.
എ എന്ന് പറയുന്ന ഒരു സെറ്റ് എഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എയുടെ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള സെറ്റും എഫിൽ ഉണ്ടായിരിക്കണം. Then fourth, if A belongs to F and B belongs to F, then A union B belongs to F. എയും ബിയും എഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എ യൂണിയൻ ബിയും എഫിൽ നിർബന്ധമായിട്ടും ഉണ്ടാവണം. അപ്പോൾ ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റുകളുടെ കളക്ഷനെയാണ് ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഓൾജിബ്ര എന്ന് നമ്മൾ പറയാം. ഓക്കെ. ഫോർ എക്സാമ്പിൾ എസ് ഇസ് ഈക്വൽ ടു 1 2 3 4 5 6 ഒരു ഡൈ ത്രോ ചെയ്യുന്നതിൻ്റെ സാമ്പിൾ സ്പേസ് ആണത്. ദെൻ ദ കളക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു 5 സെറ്റ് 1 2 3 സെറ്റ് 3 4 5 6 സെറ്റ് 1 2 3 4 5 6. നോക്കാം, ഇത് സെറ്റുകളുടെ ഒരു കളക്ഷനാണ് അല്ലേ? എഫ് ഒരു കളക്ഷനാണ് സെറ്റുകളുടെ. ദെൻ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. എഫ് നോൺ എം ടി ആണ് അല്ലേ? എഫിൽ എലമെൻറ്റ്സ് ഉണ്ട്. ദെൻ 5 1 2 3 4 5 6 1 2 3 4 5 6 ഒക്കെ ഇതിൻ്റെ സബ്സെറ്റുകളാണ്. ഇപ്പോൾ എസിൻ്റെ സബ്സെറ്റുകളാണ്. ഇപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ദെൻ 5 എഫിലുണ്ട്. 5 കോംപ്ലിമെൻ്റ് എന്താ? എസ്. അതും എഫിലുണ്ടല്ലോ. 1 2 3 4 5 6 എന്നുള്ള സെറ്റും അതിലുണ്ട്. തിരിച്ച് എസ് ഉണ്ട്, അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള 5ഉം ഉണ്ട്. ഓക്കെ. അതുപോലെ 1 2 എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്, അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയ 3 4 5 6 അതിലുണ്ട്. അതുപോലെ തന്നെ 3 4 5 6 ഉണ്ട്, 1 2 ഉണ്ട്. അപ്പോൾ തേർഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. എ ഉണ്ടെങ്കിൽ എ കോംപ്ലിമെൻ്റ് ഉണ്ടാവണം എന്നുള്ളത്. ഇനി 5 ഉണ്ട്, എസ് ഉണ്ട്. അങ്ങനെ വെച്ചാൽ 5 യൂണിയൻ എസ് ആയ എസ് അതിൽ വേണം. അതുണ്ടല്ലോ, ഉണ്ട്. ദെൻ 1 2 ഉണ്ട്, 3 4 5 6 ഉണ്ട്. അപ്പോൾ അതിൻ്റെ യൂണിയൻ അതിൽ വേണം. അതിൻ്റെ യൂണിയൻ എന്താ? ടോട്ടൽ സാമ്പിൾ സ്പേസ് ആയ എസ് ആണ്. അപ്പോൾ അതും അതിലുണ്ട്. അപ്പോൾ ഫോർത്ത് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. എയും ബിയും ഉണ്ടെങ്കിൽ എ യൂണിയൻ ബിയും ഉണ്ട്. അപ്പോൾ എത്ര സെറ്റ് ഉണ്ടോ ആ സെറ്റിനൊക്കെ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒരെണ്ണത്തിന് മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ പോരാട്ടോ. അപ്പോൾ എഫ് ഒരു ഫീൽഡാണ്. ഓക്കെ. അപ്പോൾ ഒരു ഫീൽഡിന് എക്സാമ്പിളാണ് പറഞ്ഞത്. ദെൻ ഒരു കാര്യം കൂടെ പറയാം. ഒരു സാമ്പിൾ സ്പേസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഫീൽഡ് എന്ന് പറയുന്നത് എഫ് എന്തായിരിക്കും? സെറ്റ് 5 എസ് ആയിരിക്കും അല്ലേ? നമുക്ക് 4 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏറ്റവും ചെറിയ ഫീൽഡ് എന്ന് പറയുന്നത് സെറ്റ് 5 എസ് ആണ്. ഓക്കെ. ഏറ്റവും വലിയ ഫീൽഡ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസിൻ്റെ എസിൻ്റെ പവർ സെറ്റ് ആയിരിക്കും. പവർ സെറ്റ് എന്താ? എല്ലാ സബ്സെറ്റുകളുടെയും കളക്ഷനാണ്. എല്ലാ സബ്സെറ്റുകളുടെ കളക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഏറ്റവും വലിയ ഫീൽഡ് എന്ന് പറയുന്നത് ആ സാമ്പിൾ സ്പേസിൻ്റെ പവർ സെറ്റും ആയിരിക്കും. ഓക്കെ. സിഗ്മ ഫീൽഡ് ഓർ സിഗ്മ ഓൾജിബ്ര. അപ്പോൾ ഫീൽഡ് നമ്മൾ പറഞ്ഞു. ദെൻ അതിലെ കുറച്ച് കണ്ടീഷനും കൂടെ ചെറിയൊരു വ്യത്യാസം കൂടെ വരുന്ന ഒരു കാര്യമാണ് സിഗ്മ ഫീൽഡ് ഓർ സിഗ്മ ഓൾജിബ്ര ഓഫ് ഇവൻറ്റ്സ്. Let S be a non-empty set and F be a collection of subsets of S. Then F is called a sigma field or sigma algebra if F is non-empty. Second, the elements of F are subsets of S. Third, if A belongs to F, then A complement belongs to F. ഈ 3 കണ്ടീഷൻസും നേരത്തെ ഫീൽഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻസ് ആണ്. ഓക്കെ. സിഗ്മ ഫീൽഡ് ൻ്റെ 3 കണ്ടീഷനും ഫീൽഡിൻ്റെ കണ്ടീഷൻ തന്നെയാണ്. ഫസ്റ്റ് 3 കണ്ടീഷൻ സെയിം ആണ്. ഓക്കെ. ദെൻ നാലാമത്തെ കണ്ടീഷൻ, ദ യൂണിയൻ ഓഫ് എനി കൗണ്ടബിൾ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എസ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എസ്. എഫിലുള്ള എലമെൻറ്റ്സിൻ്റെ ഏത് യൂണിയനും, ഇപ്പോൾ 2 എണ്ണം എടുത്ത യൂണിയൻ എടുത്താലും 3 എണ്ണം എടുത്ത യൂണിയൻ എടുത്താലും 4 എണ്ണം എടുത്ത യൂണിയൻ എടുത്താലും മൊത്തം എടുത്ത യൂണിയൻ എടുത്താലും അതിൽ തന്നെ വേണം. ആ യൂണിയനും അതിൽ വേണം. അതായത് that is A belongs to F, I is equal to 1 to etc. n, then union I is equal to 1 to infinity AI belongs to F. നിങ്ങൾക്ക് A1 A2 A3 ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയെന്ന് വെച്ചാൽ A1 യൂണിയൻ A2 എഫിൽ ഉണ്ടാവണം, A1 യൂണിയൻ A3 എഫിൽ ഉണ്ടാവണം, A2 യൂണിയൻ A3 എഫിൽ ഉണ്ടാവണം, ദെൻ A1 യൂണിയൻ A2 യൂണിയൻ A3യും എഫിൽ ഉണ്ടാവണം. എങ്കിലേ എഫ് ഒരു സിഗ്മ ഫീൽഡ് ആവൂ.
Okay, the sigma algebra of F is also called Borel field. Sigma algebra അല്ലെങ്കിൽ sigma ഫീൽഡിനെ Borel field എന്നും കൂടെ നമ്മൾ പറയും. And is often denoted by capital B. Okay, example പറയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത അതേ സെറ്റ് എടുക്കുക. ആ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. ഇതൊരു ഫീൽഡും ആയിരിക്കും സിഗ്മ ഫീൽഡും ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു സിഗ്മ ഫീൽഡ് ആയിരിക്കും, കാരണം ഫീൽഡിൻ്റെ കണ്ടീഷനൊക്കെ അത് സാറ്റിസ്ഫൈ ചെയ്യും. ഇനി അത് എല്ലാ ഫീൽഡുകളും സിഗ്മ ഫീൽഡ് ആവണമെന്നില്ല കേട്ടോ. Then function. A function from the set X to the set Y is a relation that associates each element of X, the domain, to a single element in Y denoted by F from X to Y. നോക്കാം, എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു സെറ്റ്, ഓർ ഇവിടെ എടുത്ത പോലെ തന്നെ എടുക്കാം എക്സ് വൈ എന്ന് പറഞ്ഞ രണ്ട് സെറ്റുകൾ. ഓക്കെ, എക്സ് വൈ, എഫ് ഫ്രം എക്സ് ടു വൈ ഒരു റിലേഷൻ ഉണ്ട്, എക്സും വൈയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഇപ്പോൾ എക്സിലുള്ള കുറേ എലമെൻറ്റ്സ് ഉണ്ടാവും, വൈയിൽ കുറേ എലമെൻറ്റ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എക്സും വൈയിലും തമ്മിലുള്ള റിലേഷൻ ഒരു ഫങ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ എക്സിലുള്ള ഓരോ എലമെൻറ്റിനും ഇവിടെ യുണീക്കായിട്ടുള്ള ഇമേജ് ഉണ്ടായിരിക്കണം. വൈയിലെ ഓരോ എലമെൻറ്റ് മാത്രമേ പാടുള്ളൂ. ഓക്കെ, യുണീക്ക് ഇമേജ് എന്ന് പറഞ്ഞാൽ എക്സിലെ ഒരു എലമെൻറ്റിനെ വൈയിലെ ഒരു എലമെൻറ്റിലേക്ക് മാത്രമേ മാപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെയാണെന്ന് വെച്ചാൽ എഫ് ഒരു ഫങ്ഷനാണ്. അസോസിയേറ്റ് ഈച്ച് എലമെൻറ്റ് ഓഫ് എക്സ് ടു എ സിംഗിൾ എലമെൻറ്റ് ഇൻ വൈ. ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞ സെറ്റിനെ നമ്മൾ ഡൊമൈൻ എന്ന് പറയും, ഇത് കോ ഡൊമൈൻ എന്ന് പറയും. ഈ എലമെൻസിൻ്റെ സെറ്റ് കോ ഡൊമൈൻ ഓർ റേഞ്ച് എന്ന് പറയും. ഓക്കെ, എക്സിൻ്റെ ഇമേജുകളാണ് വൈയിലുണ്ടാവുക. Then set function. When the elements of the domain are sets and the elements of the range are real numbers, the function is called set function. ഇപ്പം ഞാൻ പറഞ്ഞു രണ്ട് സെറ്റുകളുണ്ട്, ആ സെറ്റിൽ നിന്ന് ഒരു സെറ്റ് ഡൊമൈനിൽ നിന്ന് സിംഗിൾ എലമെൻറ്റ് സിംഗിൾ ഇമേജ് ഉണ്ട് വൈയിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെറ്റിലെ ഡൊമൈൻ സെറ്റിലെ എലമെൻറ്റ്സ് ഒക്കെ സെറ്റുകളും, ഡൊമൈനിലെ എലമെൻറ്റ്സ് ഫുള്ള് സെറ്റുകളും റേഞ്ചിലെ എലമെൻറ്റ്സ് ഫുള്ള് റിയൽ നമ്പേഴ്സും ആണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ സെറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. സെറ്റ് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുക മ്യൂ ഓഫ് അല്ലെങ്കിൽ പി ഓഫ് എ എന്ന് വരും. നമ്മൾ പി ഓഫ് എ ആണ് യൂസ് ചെയ്യുന്നത് പ്രോബബിലിറ്റി ആയതുകൊണ്ട്. വേർ എ റെപ്രസെൻറ്റ് ദ ആർബിട്രറി സെറ്റ് ഇൻ ദ ഡൊമൈൻ. എ എന്ന് പറയുന്നത് ഒരു ആർബിട്രറി സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി എത്തിക്കുകയാണ്. ഇൻ എ സെറ്റ് ഫംഗ്ഷൻ if a1, a2, etc. an are disjoint sets in the domain, and if ഇപ്പോൾ a1, a2, etc. an എന്ന് പറഞ്ഞത് ഒരു സെറ്റ് ഫംഗ്ഷനിലെ ഡൊമൈനിലുള്ള സെറ്റുകളാണ്, ഡിസ്ജോയിൻറ്റ് സെറ്റുകളാണ്. ഡിസ്ജോയിൻറ്റ് സെറ്റുകൾ കഴിഞ്ഞാൽ അത് തമ്മിൽ ഇൻ്റർസെക്ഷൻ ഇല്ല ആണെങ്കിൽ then mu of a1 union a2 union a3 etc. union an, ആ സെറ്റുകളുടെ യൂണിയൻ്റെ മെഷ് മ്യൂ ഓഫ് സെറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇമേജ് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് എഴുതുന്ന പോലെ തന്നെ ഇവിടെ മ്യൂ ഓഫ് ഇപ്പോൾ ആ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മ്യൂ ഓഫ് a1 പ്ലസ് മ്യൂ ഓഫ് a2 പ്ലസ് എക്സെട്ര പ്ലസ് മ്യൂ ഓഫ് an ആണെങ്കിൽ ആ സെറ്റ് ഫംഗ്ഷനെ നമ്മൾ അഡിക്റ്റീവ് ആണെന്ന് പറയും. സെറ്റ് ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി അഡിക്റ്റീവ്. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം, മ്യൂ ഓഫ് യൂണിയൻ ഐ ഈസ് ഈക്വൽ ടു 1 to n, എ ഐ ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n, മ്യൂ ഓഫ് എ ഐ എന്ന് വരും. ഇങ്ങനെ എഴുതാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ആ സെറ്റ് ഫംഗ്ഷനെ അഡിക്റ്റീവ് ആണെന്ന് പറയും. ഓക്കെ, ഇഫ് എ സെറ്റ് എസ് ഈസ് പാർട്ടീഷൻഡ് ഇൻ ടു എ കൗണ്ടബിൾ നമ്പർ ഓഫ് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് a1, a2 etc. and if the set function defined on satisfies the properties. അപ്പോൾ നോക്കുക, നേരത്തെ പറഞ്ഞത് ഡൊമൈനിലുള്ള ഡിസ്ജോയിൻറ്റ് സെറ്റുകളായിരുന്നു a1, a2 etc. an എന്നുള്ളത്. ഇവിടെ പറയുന്നത് നമ്മൾ സാമ്പിൾ സ്പേസ്, അപ്പോൾ ഇതാണ് സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് ഒരു സെറ്റാണ്, അതിനെ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. സാമ്പിൾ സ്പേസിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്യാണ്, ഡിസ്ജോയിൻറ്റ് സെറ്റുകളായിട്ട് പാർട്ടീഷൻ ചെയ്യാണ്.
ഇൻ്റർസെക്ഷൻ ഇല്ലാത്ത സെറ്റുകളായിട്ട് പാർട്ടീഷൻ ചെയ്യാണ്. അങ്ങനെ കിട്ടുന്ന സെറ്റുകളാണ് A1 A2 എക്സെട്ര An. അപ്പോൾ കൗണ്ടബിൾ നമ്പറാണ്, എണ്ണാൻ പറ്റും പക്ഷേ അറിയില്ല എത്ര ഉണ്ട്. അങ്ങനെയുള്ള സെറ്റുകളായിട്ട് പാർട്ടീഷൻ ചെയ്യാണ്. ഇഫ് എ സെറ്റ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ സാറ്റിസ്ഫൈ, അപ്പോൾ ഈ സെറ്റുകളിൽ ഡൊമൈനായിട്ട് വരുന്ന ഒരു സെറ്റ് ഫംഗ്ഷൻ എടുക്കുകയാണ് മ്യൂ. ആ സെറ്റ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യാണ് മ്യൂ ഓഫ് A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര ഈക്വൽ ടു മ്യൂ ഓഫ് A പ്ലസ് മ്യൂ ഓഫ് A2 പ്ലസ് എക്സെട്ര പ്ലസ് അങ്ങനെ പോവുകയാണ്. അതായത് മ്യൂ ഓഫ് യൂണിയൻ I is equal to 1 to infinity AI is equal to sigma I is equal to 1 to infinity മ്യൂ ഓഫ് AI എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ സെറ്റ് ഫംഗ്ഷനെ കൗണ്ടബിളി അഡിക്റ്റീവ് ആണെന്ന് പറയും. ദെൻ ദ സെറ്റ് ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി കൗണ്ടബിളി അഡിക്റ്റീവ്. ഓക്കെ, ദെൻ എ മെഷർ. എന്താണ് ഒരു മെഷർ? എ സെറ്റ് ഫംഗ്ഷൻ വിച്ച് ഈസ് നോൺ നെഗറ്റീവ് ആൻഡ് ടോട്ടലി അഡിക്റ്റീവ് ഈസ് കോൾഡ് എ മെഷർ. അപ്പോൾ മെഷർ സെറ്റ് ഫംഗ്ഷൻ ആണ്, അത് നോൺ നെഗറ്റീവ് ആവണം. എല്ലാ സെറ്റ് ഏതൊരു ഡൊമൈനിലുള്ള ഏതൊരു സെറ്റ് എടുത്തു കഴിഞ്ഞാലും മ്യൂ ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ ടോട്ടലി അഡിക്റ്റീവ് ആണ്. ടോട്ടലി അഡിക്റ്റീവ് പറഞ്ഞാൽ മ്യൂ ഓഫ് യൂണിയൻ I is equal to 1 to n AI is equal to sigma I is equal to 1 to n മ്യൂ ഓഫ് AI ആയിരിക്കണം. ഓക്കെ, ദെൻ എ മെഷർ വിൽ ബി കോൾഡ് പ്രോബബിലിറ്റി മെഷർ. നമ്മൾ പ്രോബബിലിറ്റി മെഷർ ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ എ മെഷർ വിൽ ബി കോൾഡ് പ്രോബബിലിറ്റി മെഷർ ഈസ് മ്യൂ ഓഫ് യൂണിയൻ I is equal to 1 to n AI is equal to sigma I is equal to 1 to n മ്യൂ ഓഫ് AI which is equal to 1. അപ്പോൾ ആ ടോട്ടൽ നമുക്ക് 1 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മ്യൂവിനെ പ്രോബബിലിറ്റി മെഷർ വരും. പ്രോബബിലിറ്റി മെഷർ നമ്മൾ P വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇവിടെ AIസിൻ്റെ യൂണിയൻ S ആയിരിക്കണം കേട്ടോ. സാമ്പിൾ സ്പേസിനെ പാർട്ടീഷൻ ചെയ്യുന്നതാണ് AIസ്. ദെൻ A ഇൻ്റർസെക്ഷൻ AJ is equal to 5 ആണ്. ഡിസ്ജോയിൻറ്റ് ഇവൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, I not equal to J. ദെൻ ഈ പ്രോബബിലിറ്റി മെഷർമെലാണ് നമ്മൾ ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ് S be the sample space, let D be the class of events constituting the Borel field. S ഒരു സാമ്പിൾ സ്പേസ് ആണ്, B ഒരു Borel field ആണ്. Then for each A belongs to B. അപ്പോൾ ആ Borel ഫീൽഡിലുള്ള ഒരു സെറ്റാണ് A, അല്ലെങ്കിൽ ഒരു പോയിന്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, A we can find a real valued set function P of A, or a real valued set function P of A known as the probability for occurrence of A is P of A satisfies the following 3 axioms. A എന്ന് പറയുന്ന ഇവന്റിന്റെ പ്രോബബിലിറ്റി ആയിട്ട് P of A ആവണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻസ് ആണ് ഈ 3 ആക്സിയംസ് പറയുന്നത്. അപ്പോൾ ആക്സിയം 1 നോൺ നെഗറ്റിവിറ്റി ആണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു P of A ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. അതായത് P ഒരു പ്രോബബിലിറ്റി മെഷർ ആണ്, പോസിറ്റീവ് ആയിരിക്കണം. അതിൻ്റെ വാല്യൂ 0ൻ്റെയും 1ൻ്റെയും ഇടയിൽ കിടക്കണം. പ്രോബബിലിറ്റി 0ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കണം. ഫോർ ഈച്ച് A ബിലോങ്സ് ടു B, എല്ലാ എക്കും ബിയിലുള്ള എല്ലാ എക്കും. ദെൻ ആക്സിയം 2 നോമിങ്. നോമിങ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസിൻ്റെ പ്രോബിലിറ്റി. എസ് എന്ന് പറയുന്നതും ബിയിൽ ഒരു എലമെൻ്റ് ആണ്. P of S is equal to 1 ആയിരിക്കണം. ഓക്കെ, ദെൻ ആക്സിയം 3 പറയുന്നത് കൗണ്ടബിൾ അഡിക്റ്റിവിറ്റി. ഈസ് A1 A2 എക്സെട്ര AN ഈസ് എ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ് സീക്വൻസ് ഓഫ് എലമെൻറ്റ്സ് ഇൻ B. ഇപ്പോൾ A1 A2 എക്സെട്ര AN എന്ന് പറയുന്നത് ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് എലമെൻറ്റ് B ആണ്, ബിയിലുള്ള എലമെൻറ്റ്സ് ആണ്. such that A intersection AJ equal to 5 ആണ്. അതായത് ഇൻ്റർസെക്ഷൻ നൾ സെറ്റ് ആണ്, അതിന് ഡിസ്ജോയിൻറ്റ് ഇവൻസ് ആണ് A1 A2 എക്സെട്ര AN. അങ്ങനെയാണെന്ന് വെച്ചാൽ P of യൂണിയൻ I is equal to 1 to infinity AI is equal to sigma I is equal to 1 to infinity P of AI എന്ന് എഴുതാൻ പറ്റുകയാണെന്ന് വെച്ചാൽ അത് കൗണ്ടബിളി അഡിക്റ്റീവ് ആണെന്ന് പറയും. അപ്പോൾ ഈ 3 ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യുന്ന Pനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് A എന്ന് പറയാം. P of Aനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് A എന്ന് പറയാം. ഓക്കെ, ഇതാണ് നമ്മുടെ 4ാമത്തെ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. ദെൻ പ്രോബബിലിറ്റി സ്പേസ് എന്ന് പറയുന്നത്
From the axiomatic definition of probability, we can conceive of a probability space constituting the triplet. Sample space വേണം, Borel field sample space elementless sample space ന്റെ subsets elements ആയിട്ടുള്ള Borel field വേണം. Then അതിലൊരു probability measure define ചെയ്യണം. ആ measure ആണ് നമ്മുടെ probability. അപ്പോൾ SB, the triplet SBP, where S represents the sample space, B is the class of all subsets of S constituting Borel field. B എന്ന് പറയുന്നത് പവർ സെറ്റ് ഓഫ് S ആയിരിക്കും, കാരണം all subsetsന്റെ സെറ്റാണ്. B is the class of all subsets of S constituting the Borel field. അപ്പോൾ B എന്ന് പറയുന്നത് എസിന്റെ സബ്സെറ്റുകളുടെ ഒരു ബോറൽ ഫീൽഡ് ആണ്. P is the probability function with domain B. അതായത് ബി ഡൊമൈൻ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഒരു മെഷർ ആണത് വിത്ത് ഡൊമൈൻ ബി ആൻഡ് സാറ്റിസ്ഫൈങ് ദ ആക്സിയംസ് 1, 2, 3. ആക്സിയോമാറ്റിക് ഡെഫിനിഷന്റെ 3 ആക്സിയംസും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് പി. അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ആണത്. അങ്ങനെയാണെന്ന് വെച്ചാൽ SBPനെ നമ്മൾ പ്രോബബിലിറ്റി സ്പേസ് എന്ന് പറയും. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ തിയറംസ് പഠിക്കാനുണ്ട്. ആ തിയറംസ് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ പ്രോബ്ലത്തിലേക്ക് കിടക്കുന്നത്. ആ തിയറംസിൻ്റെ ആപ്ലിക്കേഷൻ ആണ് പ്രോബ്ലത്തിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു.